എസ് വാർത്തയുടെ ഗോൾഡൻ അവറിലേക്ക് കടക്കുകയാണ്. LDF-ൽ തുടരുമെന്ന ജോസ് കെ മാണി. മുന്നണി മാറ്റം നിലവിൽ ആലോചനയിലില്ല എന്നും പ്രതികരണം. പലയിടങ്ങളിൽ നിന്നും ക്ഷണം ലഭിച്ചു. നിലവിൽ LDF-നൊപ്പമെന്നും ജോസ് കെ മാണി. വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വിവരമാണ് പുറത്തുവരുന്നത്. അതായത് കോൺഗ്രസ് നീട്ടിയ കൈ തട്ടിമാറ്റിയിരിക്കുന്നു ജോസ് കെ മാണി. എന്തുകൊണ്ടാണ് LDF-ൽ തുടരുമെന്ന് പറയുന്നത്? ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ LDF-മായി ജോസ് കെ മാണിക്ക് ചില ഭിന്നതകളൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ അതിപ്പോൾ പരസ്യമാക്കുന്നില്ല ഈ ഘട്ടത്തിൽ. എന്നാൽ കോൺഗ്രസിലേക്കില്ല എന്ന് അറുത്ത് മുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ജോസ് കെ മാണി. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം? LDF-ന്റെ പ്രതികരണം എന്താണ്? ഒപ്പം ജോസ് കെ മാണി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദിവസങ്ങളിലായി LDF-ൽ ജോസ് കെ മാണി അസ്വസ്ഥനാണ്. LDF-ൽ തുടരുന്നതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതികരണമാണ് ജോസ് കെ മാണി അല്പസമയം മുൻപ് കേരള കോൺഗ്രസ് എം പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചിരിക്കുന്നത്. LDF-ൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ജോസ് കെ മാണി അറിയിക്കുന്നത്. ഇതിന് പിന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി CPM നടത്തുന്ന ശ്രമങ്ങളുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ LDF-ൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി CPM നടത്തിയ ഭീഷണിയുടെ സ്വരമടക്കമുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങുകയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ്. മന്ത്രി PN വാസവൻ ഉൾപ്പെടെയുള്ള പ്രമുഖമായിട്ടുള്ള ചില നേതാക്കൾ, കോട്ടയത്തു നിന്നുള്ള CPM-ന്റെ നേതാക്കൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പല നേതാക്കളെയും പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ ഉൾപ്പെടെ ഫോണിൽ വിളിച്ച് സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റി എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ LDF-ൽ തന്നെ തുടരാം എന്നുള്ള തീരുമാനത്തിലേക്ക് ജോസ് കെ മാണി എത്തിയിരിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാതെ ജോസ് കെ മാണി മാറി നിന്നതുമായി ബന്ധപ്പെട്ടുള്ളായിരുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമായത്. പിന്നീട് ഈ LDF-ൽ തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനം കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ, ജോസ് കെ മാണിയുടെ സഖ്യത്തിലുള്ള ഒരു വിഭാഗം നേതാക്കൾ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ LDF-ൽ തുടരുന്നതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോസ് കെ മാണി പക്ഷത്തിന് ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരികയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി കേരള കോൺഗ്രസ് മാണി നേതാവ് ജോസ് കെ മാണി എത്തിയിരിക്കുന്നത്, ചെയർമാൻ എത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് LDF-ൽ തന്നെ തുടരാനാണ് തീരുമാനം. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. പല രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ LDF-ൽ തന്നെ തുടരാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. LDF-ൽ നിന്നും പോകേണ്ടതില്ല, UDF-ൽ നിന്നും തങ്ങളെ പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഒറ്റക്കെട്ടായി LDF-നൊപ്പം നിൽക്കാനാണ് തീരുമാനം എന്നുള്ളതാണ് ജോസ് കെ മാണി ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പാർട്ടി പുലർത്തുമെന്നടക്കമുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങൾ CPM പയറ്റിയിട്ടുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു തീരുമാനമായി LDF വിട്ട് UDF-ലേക്ക് പോയാൽ പാർട്ടി പുലർത്തി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗം ജോസ് കെ മാണി പക്ഷത്തിൽ, കേരള കോൺഗ്രസ് മാണി പക്ഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ചില സമ്മർദ്ദങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് LDF-ൽ തന്നെ തുടരുന്നതിനുള്ള തീരുമാനവുമായി ജോസ് കെ മാണി പക്ഷം മുന്നോട്ട് പോവുകയാണെന്നാണ് അന്തിമമായി മനസ്സിലാക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ UDF-ലേക്ക് മടങ്ങുമെന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടിരിക്കുകയാണ് എന്തായാലും ജോസ് കെ മാണി. അപ്പോൾ LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഈ തീരുമാനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് എത്രത്തോളം കരുത്ത് പകരും മിഥുൻ? ഒപ്പം ഈ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്കുകളിൽ എന്ത് ചലനമാണ് ഇത് ഉണ്ടാക്കുക, ഈ തീരുമാനം? അശ്വതി, പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാക്കിയില്ല, പ്രത്യേകിച്ച് കാര്യവുമില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ പോലും LDF-ന് കാര്യമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. വലിയ മുന്നേറ്റം ഒന്നും ഉണ്ടാക്കാൻ ഇതുവരെയും ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് സാധിച്ചിട്ടില്ല. 40 പതിറ്റാണ്ടോളമായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൈവെള്ളയിൽ സൂക്ഷിച്ചിരുന്ന പാലാ നഗരസഭാ ഭരണം പോലും ഇത്തവണ കൈവിട്ട് പോയിരിക്കുകയാണ്. UDF-നാണ് പാലാ നഗരസഭാ ഭരണം. കിഴക്കൻ മേഖലയിലെ പല പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള പല മേഖലകളിലും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും ഈ ക്രിസ്ത്യൻ വിഭാഗം ജോസ് കെ മാണി പക്ഷത്തിൽ, കേരള കോൺഗ്രസ് മാണി പക്ഷത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ LDF-ൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഒരുപക്ഷെ ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സാധ്യമാക്കാൻ കഴിഞ്ഞില്ലേ, അത് പാർട്ടിക്കുള്ളിൽ തന്നെ പിളർപ്പ് ഉണ്ടാകുന്നതിനും ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ LDF-നുള്ളിൽ തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെതിരെ
ഇടതുപക്ഷത്തിലെ പല CPI അടക്കമുള്ള ചില കക്ഷികളും അസ്വസ്ഥരാണ്. അപ്പോൾ അവർ അങ്ങനെ ചില കക്ഷികൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെതിരെ ശബ്ദം ഉയർത്തുന്നതിനും ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള കാരണം ആയിട്ട് ഇത് മാറുകയും ചെയ്യും. എന്തായാലും ഇനിയുള്ള വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാര്യമായിട്ടുള്ള മുന്നേറ്റം സാധ്യമായില്ലെങ്കിൽ പിളർപ്പുണ്ടാകും. തീർച്ചയായും മിഥുൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഈ ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തന്നെ തുടരുമ്പോഴും ഈ ക്രൈസ്തവ സഭകളായിക്കോട്ടെ അല്ലെങ്കിൽ കർഷകരായിക്കോട്ടെ ഇവർക്കൊക്കെ BJPയോടുള്ള സമീപനം മാറുന്നതായി കാണാം. അപ്പോൾ ഈ കേന്ദ്രം നടപ്പിലാക്കുന്ന വികസന പദ്ധതികളൊക്കെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് കാണുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകാൻ കൂടി ഈ ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? പ്രത്യേകിച്ച് CPM-നെതിരെ LDF-നെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേരള കോൺഗ്രസിലെ ചില വോട്ടുകൾ അത് BJPയിലേക്ക് കൂടി ചോരാനുള്ള സാധ്യത കൂടി കാണുന്നില്ലേ? അശ്വതി, ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല കോട്ടയത്ത്. മാറിമറിയുന്ന കാലാവസ്ഥയാണ്. കുഴഞ്ഞു മറിഞ്ഞ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ചില മാറ്റങ്ങൾ കോട്ടയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ കഴിഞ്ഞ 10 വർഷം മുൻപ് വരെ ഉണ്ടായിരുന്ന ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നു. ഈ LDF ഗവൺമെന്റിനെതിരെ ഒരു ജനവിരുദ്ധ വികാരം ശക്തമാകുന്ന പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു പിന്തുണ കേരള കോൺഗ്രസ് UDF വിഭാഗങ്ങളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് BJP അടക്കമുള്ള പാർട്ടികളെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാട് കോട്ടയത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് കോട്ടയത്ത് മാറ്റമുണ്ടാകും എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോട് ഇത്രയും നാൾ ഒരു 10 വർഷം മുൻപ് വരെ അനുഭവം പ്രകടിപ്പിച്ചിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരു ഭിന്നസ്വരം ഈ കേരള കോൺഗ്രസ് പാർട്ടികൾക്കെതിരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമായി തന്നെ കോട്ടയത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ തന്നെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു പര്യവസാനം അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടികളുടെ തന്നെ പ്രസക്തികൾ ഇല്ലാതെയാകുന്നു എന്നുള്ള വിലയിരുത്തലും രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മാറ്റം കോട്ടയത്തും പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലും ഉണ്ടാകുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ കുഴഞ്ഞുമറിഞ്ഞ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനിടയിൽ മുന്നണി മാറ്റം കുഴഞ്ഞുമറിയുകയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം. മിഥുൻ പറയുന്നത് പോലെ തന്നെ ജോസ് കെ മാണി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തന്നെ ഓർത്ത് ആരും കരയേണ്ട എന്നാണ് പറയുന്നത്. അപ്പോഴും ഈ സീറ്റ് വിഭജനവുമായൊക്കെ ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ നമുക്കറിയാം ചില അസ്വാരസ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിൽ തർക്കമില്ല. എന്തായാലും LDF-ൽ തുടരാനുള്ള ഈ ഒരു നിർണായക തീരുമാനത്തിന് പിന്നിൽ ഒരുപക്ഷെ CPM-ൽ നിന്ന് എന്തോ ഒരു വലിയ ഉറപ്പ് ഈ ജോസ് കെ മാണിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ അനുമാനിക്കാം അല്ലെ? ഈ ഘട്ടത്തിൽ വരാനിരിക്കുന്ന ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ എന്ന ഉറപ്പിലാണോ ഈ ജോസ് കെ മാണിയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ? അശ്വതി, സമ്മർദ്ദം CPM അങ്ങോട്ടേക്കും പയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം CPM-ലെ സമ്മർദ്ദത്തിലാക്കി LDF-ന്റെ സമ്മർദ്ദത്തിലാക്കുന്നതിനപ്പുറം തിരിച്ചുള്ള ഒരു സമ്മർദ്ദം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് മേൽ LDF-ഉം CPM-ഉം പയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകേണ്ടത്. കാരണം പ്രധാനമായും ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്തും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം LDF-ൽ നിന്നും CPM-ൽ നിന്നും ഉണ്ടായേക്കാം. VN വാസവൻ അടക്കമുള്ള ജില്ലയിൽ നിന്നുള്ള പ്രമുഖ CPM നേതാക്കൾ ജോസ് കെ മാണിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. മുന്നണി മാറ്റം നടത്തരുത് എന്നുള്ള ചില വിവരങ്ങൾ ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ നേതാക്കളിലൂടെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി LDF-ൽ സമ്മർദ്ദം ചെലുത്തുക എന്നതിനപ്പുറത്തേക്ക് LDF-ഉം CPM-ന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളും തിരിച്ച് കേരള കോൺഗ്രസ് എമ്മിന് മേൽ ചില സമ്മർദ്ദങ്ങൾ പയറ്റിയിരിക്കുന്നു. റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ വിഭാഗത്തിന്റെ തന്നെ തുടക്കത്തിന് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിളർപ്പിന് തന്നെ ഇപ്പോൾ മുന്നണി മാറ്റം ഉണ്ടായാൽ അത് ഇടവരുത്തിയേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായേക്കാം. അങ്ങനെയായിരിക്കാം ഇപ്പോൾ തൽക്കാലം LDF-ൽ തന്നെ തുടരാം എന്നുള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എം തൽക്കാലം LDF-ൽ തന്നെ നിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ചെയർമാനായ ജോസ് കെ മാണി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അന്തിമമായി വിലയിരുത്തപ്പെടുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ LDF-ൽ നിന്നും UDF-ലേക്ക് പോവുകയാണെങ്കിൽ മുന്നണി മാറ്റം ഉണ്ടായാൽ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. കേരള കോൺഗ്രസ് രാഷ്ട്രീയം കോട്ടയത്ത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മുന്നണി മാറ്റം ഉണ്ടായാൽ പിളർപ്പുണ്ടാകും. ആ പിളർപ്പ് പാർട്ടിയെ ദുർബലപ്പെടുത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ ശേഷിയെ തീർത്തും ദുർബലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാകുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഈ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാകണം തൽക്കാലം LDF-ൽ തന്നെ തുടരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മിഥുൻ. മുന്നണി മാറ്റമില്ല, 2-ൽ 2 ആകില്ല, LDF-ൽ തന്നെ തുടരും
എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. ചില സമ്മർദ്ദ തന്ത്രങ്ങൾ CPM പയറ്റുന്നു. അതിന് പിന്നാലെ ജോസ് കെ മാണി ആ നിർണായക തീരുമാനമെടുക്കുന്നു. എന്തായാലും കൈനീട്ടിയ കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുകയാണ് ജോസ് കെ മാണി. കോൺഗ്രസിലേക്കില്ല, മുന്നണി മാറ്റം നിലവിൽ ആലോചനയിലില്ല എന്നാണ് പ്രതികരണം. ഒപ്പം തങ്ങളെ ഓർത്ത് ആരും കരയേണ്ട എന്നും ജോസ് കെ മാണി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിന് മുന്നോടിയായി നടക്കുന്ന ഈ രാഷ്ട്രീയ ചലനങ്ങളൊക്കെ കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കും, കേരളത്തിലെ പൊതുജനങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യും, എന്താകും വോട്ടായി മാറുക എന്നതൊക്കെ കണ്ടറിയണം.